തിരുവോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് ഉത്രാടം. രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. ഒന്നാം ഓണമായി കണക്കാക്കുന്ന ഇന്ന് മലയാളക്കര ഉത്രാടപ്പാച്ചിലാണ്. തിരുവോണം ഉത്സവമാക്കാനുള്ള തിരക്കിലാണ് ജനങ്ങൾ. ഈ ദിനത്തിലെ ഉത്രാടപ്പാച്ചലിൽ ഏറെ പ്രസിദ്ധമാണ്. തിരുവോണത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിന്റെ ദിവസമായതിനാലാണ് ഉത്രാടപ്പാച്ചിലിൽ എന്നൊരു പ്രയോഗം വന്നത്. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. സദ്യവട്ടം ഒരുക്കാനും പുത്തൻ ഓണക്കോടികൾ വാങ്ങാനും പൂക്കൾ വാങ്ങാനുമുള്ള ഉത്രാടപ്പാച്ചിലാണ് ജനം. ഇതോടെ നഗരങ്ങളിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളെല്ലാം ഉത്രാട തിരക്കിലമർന്നു. വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടത്തിന് പുറമെ തെരുവോര കച്ചവടങ്ങളും നഗരത്തിൽ പൊടിപൊടിക്കുകയാണ്. കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ടെങ്കിലും ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ല. എന്നാൽ തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ വലിയ രീതിയിൽ ജനങ്ങളുടെ ഒരു കുറവ് ഉണ്ട്. സാധാരണ ഓണങ്ങളിലൊക്കെ രാവിലെ, അതായത് തിരുവോണത്തിന്റെ തലേ ദിവസം തന്നെ ഉത്രാട ദിവസം രാവിലെ ചാല മാർക്കറ്റിലടക്കം സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത തരത്തിൽ ജനസാഗരമായിരിക്കും. പക്ഷേ ഒരു മഴ കാരണമായിരിക്കണം ജനങ്ങളൊന്ന് മടിക്കുന്നു എന്നുള്ളതാണ് ചാലയിൽ നിന്നും നമുക്കറിയാൻ സാധിക്കുന്ന സൂചനകൾ. ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടു കൂടി വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത, അതായത് ഉച്ച കഴിഞ്ഞിട്ട് ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. കൂടാതെ നമുക്കറിയാം കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു പുതിയ ട്രെൻഡ് ഉണ്ട്. ഈ തിരുവോണം ദിവസമൊക്കെ അടുക്കളകൾക്ക് അവധി നൽകുന്നു. എന്നിട്ട് കാറ്ററിംഗ് സർവീസുകൾ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ ഓണസദ്യ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സദ്യവട്ടങ്ങൾക്കുള്ള പച്ചക്കറികൾ വാങ്ങാനുള്ള തിരക്കിലാണ് വിപണിയിലേറെയും. സദ്യ വിളമ്പാനുള്ള തൂഷനില മുതൽ പൂക്കളം ഒരുക്കാനുള്ള ജമന്തിയും ബന്ദിപ്പൂ വരെ നിരത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ സജീവമാണ് ഇന്ന് ഓണവിപണി. കഴിഞ്ഞ തവണ പലയിടങ്ങളിലും മഴ വില്ലനായെങ്കിലും ഇന്ന് ആ ഒരു മഴപ്പേടി മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിലും പക്ഷേ മഴയൊക്കെ മലയാളികൾ അതിജീവിക്കും എന്നൊരു വിശ്വാസമുണ്ട്. പച്ചക്കറി വിപണിക്ക് പുറമെ വസ്ത്ര വിപണിയാണ് തിരക്കേറിയ മറ്റൊരിടം. ഓണക്കോടി വാങ്ങാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടകളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നതോടെ ഓണത്തിരക്ക് ഉച്ചസ്ഥായിയിലെത്തും. നഗരത്തിലെ പ്രധാന വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നഗരത്തിലെ ഫുട്പാത്തുകൾ വരെ കയ്യേറി പൊടി പൊടിക്കുകയാണ് ഓണവിപണി. വാഴയിലയിൽ ഒരു സദ്യ, അതില്ലാതെ മലയാളികൾക്ക് എന്തോണം? വാഴയില കച്ചവടവും നഗരത്തിൽ പൊടി പൊടിക്കുകയാണ്. 5 രൂപ മുതൽ 10 രൂപ വരെയാണ് തൂഷനിലേക്ക് വില. ഇലയുടെ വലിപ്പമനുസരിച്ചാണ് വില. മാത്രമല്ല ഒരു ദിവസം മാത്രം 2000-ലധികം വാഴയിലയാണ് വിറ്റുപോകുന്നത്. ഓണവിപണിക്ക് പുറമെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളും ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. അത്തം പിറന്നതോടെ മലയാളികൾ മുറ്റത്ത് പൂക്കളങ്ങൾ തീർത്തിരുന്നു. എന്നാൽ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നതും ഉത്രാട ദിനത്തിലാണെന്നത് വളരെയേറെ ശ്രദ്ധേയമാണ്. ഉത്രാട ദിനത്തിലെ കാഴ്ചകളിൽ ഒന്നാണ് ഓണച്ചന്തകളിലെ ജനത്തിരക്ക്. ഗ്രാമത്തിൽ ഒരുക്കുന്ന ചെറിയ ചന്തകളും നഗരത്തിലെ മാളുകളും സൂപ്പർ മാർക്കറ്റുകളുമെല്ലാം ജനങ്ങളാൽ നിറയും. പൂവിപണികളിലും തിരക്കിനൊട്ടും ഒരു കുറവും ഉണ്ടാകില്ല. വലിയ പൂക്കളം ഒരുക്കേണ്ടത് കൊണ്ട് തന്നെ വിവിധ ഇനം പൂക്കൾ തേടി കടകളിലേക്ക് എത്തുന്നവരാണ് മിക്കവരും. ഉത്രാടപ്പാച്ചലിൽ പോലെ തന്നെ അടുക്കളകളിലും തിരക്കേറും ഇന്ന്. തിരുവോണത്തിന് അടക്കമുള്ള അച്ചാറുകളും കായ വറുത്തതും ചിലർ ഉത്രാട നാളിൽ തന്നെ തയ്യാറാക്കി വയ്ക്കും. വീട്ടുകാരെല്ലാം ഒത്തുചേർന്ന് അച്ചാറും കായ വറുത്തതുമെല്ലാം തയ്യാറാക്കുന്നത് അടുക്കളകളിൽ വലിയൊരു ആഘോഷം തന്നെയായിരിക്കും. വിപണികൾക്കും ഇന്നൊരു ഉത്സവ ദിവസമാണ്. പുതുവസ്ത്രങ്ങളും പച്ചക്കറികളും പഴങ്ങളും പൂക്കളും പല വ്യഞ്ജനങ്ങളും എല്ലാം വാങ്ങി അറനിറയ്ക്കും കേരളം. വീട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം ഓണക്കോടിയും നൽകും. പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നത് ഉത്രാടനാളിലെ പ്രധാന സവിശേഷതയാണ്. കുടുംബാംഗങ്ങൾക്കെല്ലാം ഓണക്കോടി വാങ്ങുന്ന പതിവ് പല കുടുംബാംഗങ്ങളിലും തുടരുന്നുണ്ട്. ടെക്സ്റ്റൈൽസുകളും അതുപോലെ ഓൺലൈൻ സൈറ്റുകളിലുമെല്ലാം ഓണക്കോടി വാങ്ങാനുള്ള ഒരു തിരക്ക് കാണാനാകും. ഓൺലൈൻ സാധനങ്ങളെല്ലാം ലഭ്യമാകുമെങ്കിലും കടയിൽ പോയി തിരക്കിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്നത് ഓണത്തിന്റെ ഒരു ആവേശം ഇരട്ടിയാക്കും.